രണ്ടാം മണിക്കൂറിലെ ഈ ചർച്ചയിൽ അതിഥികളായുള്ളത് ശ്രീ ശാന്തിവിള ദിനേശ്, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ മമ്മി സെഞ്ചുറി, ശ്രീ പ്രകാശ് ബാരെ, ശ്രീ സജി നന്ദിയാട്ടൊപ്പം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലും ടെലിഫോൺ ലൈനിൽ അല്പസമയം കൂടി നമ്മളോടൊപ്പം ചേരും. അദ്ദേഹം ഒരു യാത്രയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളോടൊപ്പം പ്രതികരിക്കും. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ശക്തമായ തെളിവുകളുണ്ട്, വേണമെങ്കിൽ കേസ് ഡയറി മുദ്ര വെച്ച് കവറിൽ സമർപ്പിക്കാം, അത്രമാത്രം വളരെ ശ്രദ്ധിച്ചാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്ന അന്വേഷണത്തിൻ്റെ ഒരു കൃത്യമായ രീതിയിൽ തന്നെ അങ്ങൊക്കെ ഈ നിമിഷം വരെയും വിലയിരുത്തിയതുപോലെ തന്നെ ആണ് ആ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ നിമിഷം വരെ പ്രോസിക്യൂഷൻ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. അതുപോലെ രാംകുമാർ വക്കീൽ പറയുന്ന, ദിലീപിന് വേണ്ടി പറയുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ, ഈ സാക്ഷിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ മാപ്പ് സാക്ഷി അന്വേഷിച്ച് നടക്കുന്നത് എന്ന ഒരു പരിഹാസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കൃത്യമായി അപ്പുറത്തെ വശത്ത് സാധാരണ കേസുകളിൽ ഉള്ളതുപോലെ ശക്തമായ രീതിയിലുള്ള തെളിവുകളില്ല എന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലുണ്ടോ? അതിന് അടിസ്ഥാനമുണ്ടോ? അല്ല ലാലെ, ഞാൻ ഒരു കാര്യം ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ജെയിംസ് വടക്കഞ്ചേരി പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു വിശദീകരണം വേണം. ഈ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരാകെ സംശയത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അദ്ദേഹം പറഞ്ഞത് കോൺസ്പിറസിയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കേസുകളൊന്നും കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരത്തെയുള്ള നക്സൽ കേസൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഏത് ലോകത്തെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡസൻ കണക്കിന് കോൺസ്പിറസി തെളിയിച്ച കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകാം. ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചർച്ചയിൽ വന്നിരുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് ആരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതിനൊരു മറുപടി ശ്രീ ജെയിംസ് വടക്കഞ്ചേരിക്കുണ്ട്, അത് കേൾക്കൂ. അതായത് DGP തന്നെ പറഞ്ഞതാണ് ക്രിമിനൽ കോൺസ്പിറസി ആണത്, അത് തെളിയിക്കാത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. പല ക്രിമിനൽ കോൺസ്പിറസി കേസുകളും വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ. അല്ലാതെ എനിക്ക് എന്ത് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ളത്? താങ്കൾക്ക് ചിലപ്പോൾ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാവായിരിക്കും, താങ്കൾ അത് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് ഇതിനകത്ത് യാതൊരു വെസ്റ്റേൺ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആമുഖമായി പറഞ്ഞത് കോൺസ്പിറസി, ദിലീപിനെതിരെ കോൺസ്പിറസി സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ താഴെ എഴുതി കാണിക്കുന്നു ഈ പറഞ്ഞ വിഷ്ണുവിന്റെ ദിലീപിന്റെ കയ്യിലുണ്ടെന്ന്. എന്നിട്ട് ദിലീപ് പറയുന്നത് എനിക്ക് പൾസർ സുനിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന്. 7 തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. പല സ്ഥലത്തും വന്നിട്ട് കൂടിയത്, ലോഡ്ജിൽ കൂടിയത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയത്, ക്ലബിൽ വന്നത്. പക്ഷെ അതൊക്കെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ആ തെളിവുകൾ ഈ പൾസർ സുനിയെ പോലെ ഒരു ക്രിമിനൽ പറഞ്ഞതാണ്. അവിടെ ദിലീപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പൾസർ സുനിയെ അറിയില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൈരളി ചർച്ചയിൽ തന്നെ അല്ല ലാലെ പറയൂ ലാലെ, കൈരളി ചാനൽ ചർച്ചയിൽ തന്നെ താങ്കൾ ഞാനും പങ്കെടുത്ത ചർച്ചയിൽ ദിലീപിനെ അറിയുമോ എന്ന ചോദ്യം പ്രസക്തമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗോവയിലേക്കും മംഗലാപുരത്തും കാറിൽ കൂട്ടിക്കൊണ്ടുപോകും, അറിയണമായിരുന്നു എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഈ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ അക്യൂസിറ്റേറിയൽ സിസ്റ്റം ഓഫ് ജസ്റ്റിസിൽ ഈ പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുവാനുള്ള ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടെന്നും 120B ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജൂറിസ്പ്രുഡൻസിൽ നിന്നും ഈ തത്വത്തിൽ നിന്നും നമുക്ക് മാറാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ വേറെ ജെയിംസ് വടക്കഞ്ചേരിക്ക് ദിലീപുമായി ഒരു താല്പര്യമുണ്ടെന്നൊന്നും അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഇത്തരത്തിലൊരു ശാസ്ത്ര ക്ലോസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എന്തിലേക്കാണ് ചൂണ്ടുന്നത് എന്നുള്ളത് ശിവൻ മഠത്തിൽ ആ സംശയം ഉണ്ടാക്കാനിടയാക്കും. അതായത് ഈ പറഞ്ഞതുപോലെ ഈ തെളിവുകൾക്ക് ഗൂഢാലോചനയെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നയിക്കുന്നതല്ല എന്ന് പറയുന്നതാണത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ അക്യൂസിറ്ററി സിസ്റ്റത്തിൽ ഈ തെളിയിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അതെ, ആ ബാധ്യത നിർവഹിക്കുന്നതിൽ എവിടെയാണ് പരാജയം? പരാജയം ഞാൻ പറഞ്ഞില്ല. അതിനു വേണ്ടിയിട്ട് അവര് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അങ്ങനെ ശേഖരിക്കുന്നതിനിടയിൽ നമ്മൾ പല ബുദ്ധിമുട്ടുകളും കാണുന്നല്ലോ എന്ന് ചോദിച്ചെടുത്ത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണെന്നും അതിന് മുന്നോട്ടുള്ള പോക്കിൽ ഈ തെളിവ് ശേഖരണത്തിൽ കൃത്യമായി
ദിലീപിനെതിരായി അത് വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ ഒരു പൊതുവികാരത്തിൽ ഉണ്ടാകില്ല എന്നും അങ്ങ് പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ദിലീപിനെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ അക്യൂസേറ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കുറ്റനികുതി സംവിധാനം ഇവിടെ കൊണ്ടോടത്തോളം കാലം 120B ആയാലും 302 ആയാലും നമുക്ക് തെളിയിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനൊരു എവിഡൻസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തില്ല. ഞാൻ ഈ ഗോവയിലെ കാര്യം ഞാനിവിടെ പറഞ്ഞില്ല. ഞാനൊരു പൊതുതത്വം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ശരി. ഇപ്പോൾ ശ്രീ സജി നന്ദ്യാട്ടും ശ്രീ പ്രകാശ് ബാരയും കൂടി ഈ ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട് ഒപ്പം അഡ്വക്കേറ്റ് അജകുമാർ നമ്മുടെ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, കുറച്ച് ദിവസങ്ങളായി പല രീതിയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിൽ താങ്കളെപ്പോലുള്ളവർ ചർച്ചയിൽ കുറച്ച് സജീവത കുറയ്ക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം താങ്കൾ പോലും പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങൾ, പിന്നീട് അത് താങ്കൾ ഖേദം പ്രകടിപ്പിച്ചു. അതിനുശേഷം ഈ കേസിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ താങ്കളെപ്പോലുള്ളവർ മുൻപ് എടുത്തിരുന്ന നിലപാടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളെപ്പോലുള്ളവർക്കുണ്ടായി. ഇപ്പോൾ അതും കഴിഞ്ഞ് ദിവസങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായും ഒരു വികാരം ഉണ്ടാകുന്നൊരു ഘട്ടം ഉണ്ട് എന്നൊരു പ്രചരണവും വരുന്നുണ്ട്. അത് പ്രചരണമല്ല, കൃത്യമാണ് എന്ന് ശ്രീ ശാന്തിവിള ദിനേശിനെ പോലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. താങ്കൾ ഏത് ഭാഗത്താണിപ്പോൾ? ഞാൻ ലാലെ സത്യത്തിൻ്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയെന്ന്. അപ്പോൾ ദിലീപിൻ്റെ ഭാഗം പറയാനുള്ള കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അദ്ദേഹത്തെ അറിയാവുന്നവർ അദ്ദേഹം അങ്ങനെ കൃത്യം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇദ്ദേഹത്തിന് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും ഇത് തന്നെയാണ് എന്ന് സമർത്ഥിക്കുമായിരുന്നു. വേറൊരു കാര്യമുള്ളത്, ഇന്ന് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയ്ക്കും ലോകോത്തര സിനിമയ്ക്കും പരിചയപ്പെടുത്തിയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുണ്ട്. ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല, ദിലീപിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞങ്ങളാരും കാള പറ്റുന്ന നടത്തപ്പോൾ വന്നേ കയറെടുത്തു എന്നില്ലെന്നേ ഉള്ളൂ. ഞാനിവിടെ പറയുന്നത് 120B, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം 120B എന്താണെന്നറിയാം. ഇപ്പോൾ ഇവിടെ ജെയിംസ് അദ്ദേഹവും വടക്കാഞ്ചേരിയും നമ്മുടെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലും തമ്മിൽ തർക്കം വന്നു. നമുക്കറിയാം ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറഞ്ഞതുപോലെ കുറേ കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഭൂരിപക്ഷ കേസുകളും തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. അത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ നമുക്ക് സ്വന്തമായി ഭരണഘടന വന്നു. ആ ഭരണഘടന എഴുതപ്പെട്ടതാണെന്നും അതിന് പെക്കുലാറ്റി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത പെക്കുലാറ്റിയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് റിജിഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫ്ലെക്സിബിൾ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കാര്യം കൃത്യമാവില്ല. ഞാൻ പറയട്ടെ, കൃത്യമായി ഏത് ഭാഗത്താണ് എന്നുള്ള കാര്യത്തിൽ സത്യത്തിന്റെ ഭാഗത്താണെന്ന് പറഞ്ഞു. ഈ സത്യം ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ സംശയം. സത്യം ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. നാളെ പോലീസ് ഇന്ന് എന്താണ് പറഞ്ഞത്? പോലീസ് റിമാൻഡ് നീട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പോലീസ് പറഞ്ഞത് മൊബൈൽ ഉൾപ്പെടെ ആ മൊബൈൽ ഞങ്ങൾക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അവിടെ ഒരു ദിവസം കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് പ്രതിഭാഗം ചോദിക്കുന്നു. 4 മാസം കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റിയത് 1 മാസം കൊണ്ട് എങ്ങനെ വീണ്ടെടുക്കാം? അത് നമ്മുടെ ജോലിയല്ല. പക്ഷേ അവിടെ ഒരു രേഖകളും സമർപ്പിച്ചിട്ടില്ല. ഈ ഒരൊറ്റ വാദം മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. ഈ മൊബൈൽ കണ്ടെടുക്കുന്നതിന് വേണ്ടി ദിലീപിനെ 1 ദിവസം കൂടെ കസ്റ്റഡിയിൽ വേണം. നാളെ 5 മണി വരെ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. നമ്മളാരും അന്വേഷണ ഉദ്യോഗസ്ഥരല്ല. പക്ഷേ ഞാൻ പറയുന്നു, കോടതിയിൽ ന്യായ അന്യായങ്ങൾ തമ്മിൽ അവിടെ മത്സരം നടക്കും. അവിടെ പ്രതിഭാഗം വക്കീല് മോശക്കാരനല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ മോശക്കാരല്ല. ഈ 2 സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കോടതി മുറിയിൽ സ്പാർക്ക് ഉണ്ടാകും. ആ സ്പാർക്ക് നമുക്ക് എവിടേക്ക് നമ്മളെ നയിക്കും? ആ വെളിച്ചം അതൊരു വലിയ വെളിച്ചമായി മാറും. അത് തീർച്ചയായും അത് തെളിവിലേക്ക് നമ്മെ നയിക്കും. ആ തെളിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് താങ്കൾ എടുക്കുന്ന സിനിമകളുടെ
ഒരു ലൈനായി പോയി. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. സിനിമയെ കുറച്ച് കണ്ടതല്ല, അങ്ങേ മോശക്കാരനാക്കിയതുമല്ല. ശ്രീ അഡ്വക്കേറ്റ് അജകുമാറാണ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റിയ ആളെന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് അജകുമാർ, ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞതുപോലെ നാളെ കോടതിയിൽ സിംഹങ്ങൾ ഏറ്റുമുട്ടും, സ്പാർക്ക് ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിൽ ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നത് വരെ 1 മാസത്തേക്ക് എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് ചെന്നാൽ അത് കോടതി എങ്ങനെ കാണും? എന്താണ് അവസ്ഥ ഇന്ന് താങ്കൾ വിലയിരുത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ? അതായത് മിസ്ലാൽ, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പലരും പറയുന്നത് 120B എന്ന് പറയുന്ന കുറ്റകൃത്യം തെളിയിക്കുവാൻ പ്രയാസമാണ്. DGP പോലും പറഞ്ഞു അത് തെളിയിക്കുവാൻ പ്രയാസമാണ്. അത് പല കേസുകളിലും ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് വിട്ടുപോയ സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആരും തന്നെ ഈ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഗൂഢാലോചന എങ്ങനെ തെളിയിക്കും എന്നുള്ളതിൻ്റെ വകുപ്പുകളെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ്. ഇല്ലെങ്കിൽ അതിനവർ മിനക്കെടാത്തത് കൊണ്ടാണ്. ഒന്ന്, ആദ്യമായി ഗൂഢാലോചന തെളിയിക്കാൻ പ്രത്യേകമായി നമ്മുടെ തെളിവ് നിയമത്തിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ് സെക്ഷൻ 10. ആ സെക്ഷൻ 10 അനുസരിച്ച് ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി ചെയ്യുന്ന കൃത്യത്തിനോ അതിൻ്റെ പ്രിപ്പറേഷനോ അതിൻ്റെ സബ്സിക്വൻ്റ് ആൻഡ് പ്രീവിയസ് കോണ്ടക്റ്റിനോ ഏതെങ്കിലും ഒരു പ്രതിക്കെതിരെ ഒരു ഭാഗം തെളിയിച്ചാൽ അത് എല്ലാ പ്രതികൾക്കും ഒരേപോലെ ബാധകമാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 120B തെളിയിക്കുക എന്ന് പറയുന്നത് 120Bക്ക് ഇവർ തമ്മിൽ ഒരു കോമൺ ഡിസയർ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതി. അത് കഴിയുമ്പോൾ ഉദാഹരണമായി ഞാൻ പറയാം, 410-ാമത്തെ മുറിയിൽ പൾസർ സുനിയും ദിലീപുമായി ഇന്ന ദിവസം ഇന്ന സമയം കൂടിക്കാഴ്ച നടത്തി എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ 106-ാം വകുപ്പ്, ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ 106-ാം വകുപ്പ് അനുസരിച്ച് അവിടെ അവരെന്തായിരുന്നു ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബർഡൻ പ്രതിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. പ്രോസിക്യൂഷൻ അല്ല, പിന്നെ ആ ബാധ്യത ഉണ്ടാകും. ശരി, ഇപ്പോൾ ഇവിടെ കൂടിക്കാഴ്ച എന്നുള്ളത് അങ്ങ് പറഞ്ഞ അത് തന്നെ 410-ാം മുറിയിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തെളിയിക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് തെളിയിച്ചാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോഴും ദിലീപ് എടുക്കുന്ന സ്റ്റാൻഡ്, എനിക്ക് പൾസർ സുനിയെ അറിയില്ല, ഒന്ന്. രണ്ടാമത്, ഈ അഡ്വക്കേറ്റ് രാംകുമാർ കഴിഞ്ഞ ദിവസം നമ്മളുമായി സംസാരിച്ചപ്പോൾ അങ്ങ് തന്നെ ഉണ്ടായിരുന്നല്ലോ നമ്മളോടൊപ്പം. അപ്പോൾ രാംകുമാർ സാർ പറഞ്ഞത് എന്താണെന്ന് കേട്ടല്ലോ. അതായത് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇവരൊക്കെ ആ സമയത്ത് ദിലീപുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പൾസർ സുനി ഇവരുമായിട്ടൊക്കെയാണോ കൂടിക്കാഴ്ച നടത്തിയത്, ഇവരിൽ ആരുമായിട്ടാണ് എന്നതൊക്കെ പോലീസ് കണ്ടെത്തി പറയേണ്ടി വരില്ലേ? അത് ഒരു ഭാഗത്ത്. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ തൊഴിൽ സ്ഥലത്ത് നടിയെ അപമാനിക്കാൻ ഇടവരും എന്നാണ് ജാമ്യത്തിനെതിരായുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതീഷ് ചാക്കോ എന്ന് പറഞ്ഞ പൾസർ സുനിയുടെ മുൻ വക്കീലിന് കൊടുത്ത ഈ മൊബൈലും മെമ്മറി കാർഡുമൊക്കെ ദിലീപിന് കൈമാറി, ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറി എന്നാണ് പൾസർ സുനി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള പറച്ചിലുകളും ഒക്കെയാണുള്ളത്. ഇത് വച്ചുകൊണ്ട് ദിലീപിന് ജാമ്യം കൊടുക്കരുത് എന്നൊരു വാദം അപ്പുറത്ത് നിരത്തിയാൽ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറയുന്ന ഇടത്ത കാര്യങ്ങൾ നിൽക്കില്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നുക? അത് ഈ ബെയിൽ ആപ്ലിക്കേഷനിലെ ഈ സാഹചര്യത്തിൽ എന്തെല്ലാം ഒരു കോടതിയിൽ റിലവൻ്റ് ആണ്, ഇല്ലെങ്കിൽ കോടതി കൺസിഡർ ചെയ്യും എന്ന് ഉള്ളത് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ തെളിവുകളുടെ സ്വീകാര്യതയെക്കുറിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ അക്സെപ്റ്റബിലിറ്റിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ജഡ്ജി നോക്കുവാൻ ബാധ്യസ്ഥയല്ല. അത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ പ്രതിയെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനാണ് പരമപ്രാധാന്യമായി ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്.
അതുകൊണ്ട് ഇന്ന തെളിവുകൾ ശരിയല്ല, ഇന്ന തെളിവുകൾ വിശ്വസനീയമല്ല എന്ന് പറയുന്ന ആർഗ്യുമെന്റിന് വലിയ പ്രസക്തി. ഞാൻ തിരിച്ചു വരാം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് മിസ്റ്റർ ലാൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ പൾസർ സുനിയുടെ തന്നെ കൺഫെഷൻ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അത് കോടതിയിലേക്ക് എത്ര എത്തിയിട്ടുണ്ട്, തെളിവിലേക്ക് എത്ര എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ 30-ാം വകുപ്പ് അനുസരിച്ച് ഇവരെ ഒന്നിച്ച് ട്രൈ ചെയ്യുമ്പോൾ അതും വളരെ നിർണായകമായ ഒരു തെളിവായി ദിലീപിനെതിരെ മാറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണോ ജാമ്യം പരിഗണിക്കുക? കൺഫെഷൻ ഓഫ് എ കോ അക്യൂസ്ഡ്. ശ്രീ അജയകുമാറിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ 30-ാം വകുപ്പ് താങ്കൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് കൺഫെഷൻ ഓഫ് എ കോ അക്യൂസ്ഡ് ഈസ് ആപ്ലിക്കബിൾ എഗൻസ്റ്റ് ഓൾ ദി അക്യൂസ്ഡ് ഇഫ് ദേ ആർ ട്രൈഡ് ടുഗദർ ഇൻ എ സിംഗിൾ ട്രയൽ. അത് കൺഫെഷൻ ആണെന്നുള്ളതൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു ക്രിമിനൽ അല്ലേ പറയുന്നത്? എൻ്റെ ശബ്ദം അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് പോകുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ മമ്മി സെഞ്ചുറിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ശാന്തിവിള ദിനേശ്, താങ്കൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഇടപെട്ട് പറഞ്ഞത് ഒന്ന്. അതേസമയം ശ്രീ അജയകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ജാമ്യത്തിന് വേണ്ടി രാംകുമാർ സാർ വാദിക്കുമ്പോൾ അപ്പുറത്ത് മജിസ്ട്രേറ്റ് നോക്കുക ഒരു പ്രത്യേക കാര്യമാണ്. ഈ പ്രതി ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇരയ്ക്ക് അവരുടെ തൊഴിൽ സ്ഥലത്തുണ്ടാകാൻ പോകുന്ന അപമാനം ചൂണ്ടിക്കാട്ടിയാൽ ആ നാണക്കേട് ഒരിടവരുത്താൻ ഒരു മജിസ്ട്രേറ്റ് തയ്യാറാകില്ല നിയമപരമായി എന്നാണ് ഇപ്പോൾ അജയകുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് അഡ്വക്കേറ്റ് അജയകുമാറിനോട് പറയാനുള്ളത്, ഈ പറയുന്ന ഇതേ പൾസർ സുനി, ഈ വക്കീലിൻ്റെ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞ ഇതേ പൾസർ സുനിയാണ് പറഞ്ഞത് സിം കാർഡും ഫോണും ഞാൻ ബോൾഗാട്ടി അതിൻ്റെ അടുത്ത് ആ പാലത്തിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നേവിക്കാർ 2 ദിവസം എന്തോ അവിടെ മുങ്ങിയൊക്കെ നടന്നു. അപ്പോൾ ഇങ്ങനെ പൾസർ സുനി പലതും പറയുന്നുണ്ട്. പിന്നെ നടിയുടെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഇന്നലെ പറഞ്ഞത് വളരെ പോസിറ്റീവായ രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചത്. അതായത് 1 രൂപയുടെ ബിസിനസ് പോലും എനിക്ക് ഇയാളുമായിട്ടില്ല, ഇയാളുമായിട്ട് സിനിമ സംബന്ധിയായ ചില പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ അയാളുടെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് അസന്നിഗ്ധമായി ഒരു വളവ് തിരിവില്ലാതെ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് വലിയ പാരയാണെന്നാണ് ഇന്നലെയും അഡ്വക്കേറ്റ് അജയകുമാർ സാർ പറയുന്നത് കേട്ടത്. ഇന്ന് പലരും പറഞ്ഞത് അതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിൽ ഒരു അനുകമ്പയിലേക്ക്. അത് ആർക്ക് പാരയാവുന്ന? നടിക്ക് പാരയാകും. അതെനിക്കറിയില്ല. ആ കുട്ടിക്ക് അതിൻ്റെ അനുഭവം അല്ലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആ കുട്ടി പറയുമ്പോൾ പറയാത്തത് പറഞ്ഞു എന്ന് ആ കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അയാളുമായിട്ട് 1 രൂപയുടെ വസ്തു ബിസിനസ് ഇല്ല എന്ന് പറയുമ്പോൾ ബിസിനസ് ഇല്ലാത്ത ആളിന് പറയാൻ പറ്റുമോ എനിക്ക് ബിസിനസ് ഉണ്ടെന്ന്? അങ്ങനെ പറയുമ്പോൾ ഈ പോലീസ് പറയുന്ന ഇത്തരം ന്യായങ്ങൾ മുഴുവൻ തെറ്റുകയല്ലേ? ശ്രീ മമ്മി സെഞ്ചുറി, അപ്പോൾ ആ വാദത്തിന് കാര്യമില്ല എന്നാണ് ശ്രീ ശാന്തിവിള ദിനേശ് പറയുന്നത്. ജാമ്യത്തിന് വേണ്ടി 120-യുടെ മോട്ടീവ് പോവും. 120-യുടെ മോട്ടീവിലെ പ്രശ്നമാവത്. ഇത് രണ്ടും കണക്കിലെടുക്കുക. ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞതും ശ്രീ ശാന്തിവിള ദിനേശ് പറഞ്ഞതും ശ്രീ മമ്മി സെഞ്ചുറി കേൾക്കുക. അതായത് 120B പോലും ഇല്ലാതെയാകുന്നു. നടിക്ക് അങ്ങനെ ഒരു പരാതിയില്ല, നടി അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ ബിസിനസ്സിലെ പ്രശ്നമില്ല, അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മളത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അഡ്വക്കേറ്റ് അപ്പുറത്ത് കോടതിയിൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി ശക്തമായി ഒരു സാങ്കേതികത്വം പറയുന്നതിലേക്കല്ലേ കാര്യങ്ങൾ പോകുക? ജാമ്യം കൊടുക്കരുത്, ഈ നടിക്ക് അപമാനമാകുമെന്ന് പറയുന്നതിൽ നടി പറഞ്ഞ ഈ വാചകങ്ങൾ അതിനെതിരായി നിൽക്കുമ്പോൾ സജി നന്ദിയാട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സിനിമ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മുതൽ സജിയുമായിട്ടുള്ള ബന്ധം എനിക്കുള്ളതാണ്. എന്താണ് സജി ഇത്രയും ശക്തമായിട്ട് ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്? ഈ 2 പേരും നമ്മുടെ സഹപ്രവർത്തകരല്ലേ? അപ്പോൾ രണ്ടിലും നമുക്ക് 2 പേരുടെയും പക്ഷം പിടിക്കാൻ പറ്റില്ല. ഭാഗത്താണ് മമ്മി,
സത്യത്തിന്റെ ഭാഗം ഞാനൊരു ഭാഗമല്ല, ഞാൻ അതിന്റെ ഡൗട്ട് ചോദിക്കായിരുന്നു. ഞാൻ സത്യത്തിന്റെ ഭാഗമാണ്. അല്ല, സത്യത്തിന്റെ ഭാഗം ഏതാണെന്ന് തെളിയട്ടെ സജി. നമുക്കറിയില്ല, അത് പറഞ്ഞല്ലോ. അല്ല, നമുക്കറിയില്ല, അതാണ് കുഴപ്പം. എനിക്കും അറിയില്ല, സജിക്കും അറിയില്ല. അപ്പോ നമ്മള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ശബ്ദം ആളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ മമ്മി, തെറ്റിദ്ധരിപ്പിക്കല്ലേ കേട്ടോ വെറുതെ. ഇല്ല, ഞാൻ പറയട്ടെ, സജി പറയട്ടെ. ഈ രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്കറിയാം, പറയാൻ സമ്മതിക്കും. പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. സജിക്ക് പറയാൻ ഇനി അവസരം തരും, അപ്പൊ പറയാം. ഇപ്പൊ ഇടയ്ക്ക് കയറി സംസാരിക്കില്ലേ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും സഹപ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും. ഈ രണ്ടുപേർ ഇടയ്ക്ക് കയറി പറയുകയാണെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ എന്നിട്ട് പറഞ്ഞോ, സജിക്ക് അവസരം തരും, അപ്പൊ പറഞ്ഞോ. ഈ രണ്ടുപേരും നമ്മുടെ സഹപ്രവർത്തകരാണ്. ഞാൻ രണ്ടുപേരുടെയും സൈഡിൽ നിന്നല്ല സംസാരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടു, വേറൊരാൾ അതിൽ പ്രതിയായി. ഈ പ്രതിയാകുമ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടാണോ ആക്രമിക്കപ്പെട്ട കുട്ടിക്ക് അനുകൂലമായിട്ടോ? ഇതുവരെ മമ്മിക്ക് അത് മനസ്സിലായിട്ടില്ല. ഞാൻ അടക്കം മമ്മി സെഞ്ചുറി പറഞ്ഞോളൂ. ശബ്ദം തിരിച്ചടിക്കുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ അങ്ങ് അത് ശ്രദ്ധിക്കണ്ട. അപ്പോ രണ്ടുപേരും നമ്മുടെ സഹപ്രവർത്തകരാണ്. ഒരാൾ ആക്രമിക്കപ്പെട്ട ആള്, ഒരാൾ പ്രതി ചേർക്കപ്പെട്ട ആള്. അപ്പൊ നമ്മൾ ഇപ്പോ ഒരു സൈഡ് പിടിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ പ്രതിയാക്കപ്പെട്ട ആളുടെ കൂടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അത് പ്രതിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആളുടെ കൂടെ നിൽക്കാം. പക്ഷെ പ്രതിയാക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാലോ, പോലീസ് ഒരു കാരണവുമില്ലാതെ ഒരു തുമ്പും കിട്ടാതെ ഒരാളെ പ്രതിയാക്കും. പക്ഷേ ശ്രീ മമ്മി സെഞ്ചുറി, ഈ നടി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം നടിയുടെ കാര്യത്തിൽ തൊഴിൽ ചെയ്യുന്നിടത്തുണ്ടാകാൻ പോകുന്ന അപമാനമാണ് എന്ന് പറയുമ്പോൾ, നടി കഴിഞ്ഞ ദിവസം എഴുതിയ കത്തിൽ പറയുന്ന വാചകങ്ങൾ എടുത്ത് സജി നന്ദ്യാട്ടും ഒപ്പം ശ്രീ ശാന്തിവിള ദിനേശും നടിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക? അതെങ്ങനെയാണ് ഒരു പക്ഷത്ത് നിൽക്കലാകുക? നടി പറഞ്ഞത് എനിക്ക് ബിസിനസ് പങ്കാളിത്തമില്ല, ഞങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല എന്നല്ലേ പറഞ്ഞോളൂ. ഇത് വിട്ടിട്ടൊരു കാര്യം പറഞ്ഞതായിട്ട് ഞാനതിൽ കണ്ടില്ല കത്തില്. അപ്പോ ഈ ഇത്രയും പേര് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തായ നടന്റെ പേര് ആര് പറഞ്ഞിട്ടില്ല? ഈ നടി പറഞ്ഞിട്ടില്ല. നടന്റെ പേര് നടി പറഞ്ഞിട്ടില്ല, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇത് ചെയ്ത പ്രതി നടിയോട് പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്, എന്നോട് സഹകരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ആ പ്രതി വീണ്ടും പോലീസിനോട് പറയുന്നു കൊട്ടേഷൻ തന്നത് ഇന്ന ആളാണെന്ന്. അല്ലെങ്കിൽ പിന്നെ പിടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തുമാവട്ടെ, കേസ് തെളിയുമ്പോൾ ദിലീപ് നിരപരാധിയാകട്ടെ. നമ്മുടെ സുഹൃത്ത് തന്നെയല്ലേ, നമ്മുടെ സഹപ്രവർത്തകനല്ലേ. ശ്രീ സജി നന്ദ്യാട്ട്, ഈ കാര്യത്തിൽ ഏറ്റവും അവസാനം കറങ്ങിത്തിരിഞ്ഞ് ദിലീപ് നേരിട്ടല്ലെങ്കിലും പൾസർ സുനിയിലൂടെ ദിലീപിന്റെ പേര് പറഞ്ഞു എന്നുള്ളിടത്ത് മമ്മി സെഞ്ചുറിക്ക് പ്രതി ചേർക്കപ്പെട്ട ദിലീപിനെ തൽക്കാലം പിന്താങ്ങാൻ വയ്യ. രണ്ടുപേരുടെയും കൂടെ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ പ്രതി അല്ലാതാകട്ടെ, അപ്പോൾ ആകാമെന്നാണ്. സത്യത്തിന്റെ ഭാഗത്താണ് താങ്കളെന്നും പറയുന്നു. പക്ഷെ മമ്മി സെഞ്ചുറി ഒരല്പം ഭാഷ മാറ്റി ഒന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഭയപ്പെട്ടോ സജി നന്ദ്യാട്ട്? മമ്മി പറയും, മമ്മി അങ്ങനെ പലതൊക്കെ പറയും. ഞങ്ങൾ മിനിഞ്ഞാന്ന് കണ്ടപ്പോഴും പലതും പറഞ്ഞു. മമ്മി അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയും. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിന്റെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, സത്യം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ അല്ലേ. അതിനുവേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു. രണ്ട് സിംഹങ്ങൾ ഏറ്റുമുട്ടും, അവിടെ തീപ്പരി ഉണ്ടാകും, അത് തെളിവിലേക്കുള്ള വെളിച്ചം വീശും എന്നൊക്കെ പറഞ്ഞപ്പം കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്താന്ന്. അവിടെ സത്യം വിജയിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് ഇവിടെ തെറ്റ് ചെയ്തത് എന്ന്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറയാവുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇന്നയാളാണ് പ്രതിയെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. ഇന്നയാളാണ് പ്രതി, ഇന്നയാളാണ് വാദിയെ നമുക്കറിയാം. പ്രതി ഇന്നയാളാന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. കോടതിക്ക് പോലും ആവില്ലല്ലോ. ഇപ്പൊ ആവുമോ? ഇല്ലല്ലോ. ഇത് കോടതിയിൽ അന്യായമല്ലേ ഫയൽ ചെയ്തത്, തിരിച്ച് ന്യായമല്ലേ കിട്ടത്തെ. അതുകൊണ്ട് നമുക്ക് ഇന്നയാളാണ് പ്രതി എന്നോ വാദിയെ നമുക്കറിയാം. പ്രതി ഇന്നയാളാവും നമുക്ക് പറയാൻ പറ്റില്ല. കോടതി പോലീസ് പറഞ്ഞു ഇതാ പ്രതി, നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. പിന്നീട് കോടതിയിലാണ് തീരുമാനമെടുക്കേണ്ടത് കുറ്റവാളിയാണോ അല്ലെന്ന്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഹലോ കേൾക്കാം. ഹലോ അഡ്വക്കേറ്റ് അജകുമാർ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീ സജി നന്ദ്യാട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെയും ഈ മമ്മി സെഞ്ചുറിയും ആയിട്ടുള്ള ആ സംഭാഷണത്തിൽ ശ്രീ ശാന്തിവിള ദിനേശും ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഈ
നടി തൊഴിൽ സ്ഥലത്ത് അപമാനിക്കപ്പെടും എന്നുള്ളൊരു വാദം മുൻനിർത്തി ജാമ്യത്തെ എതിർക്കാൻ വേണ്ടി പോയാൽ ഈ നടിയുടെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒരു തിരിച്ചടിയായി ഉയർത്താൻ സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഇതിനകത്ത് ബലം നൽകുന്നതാണ് ജാമ്യത്തെ എതിർക്കുന്നതിന്? എനിക്ക് 3 കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി പറയാനുള്ള സമയം തരണം. വളരെ ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, മിസ്റ്റർ ശാന്തിവിള ദിനേശ്, സജി നന്ദിയാട്ട് എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ശാന്തിവിള ദിനേശ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയും സുഹൃത്താണ്. മാധ്യമ ചർച്ചകളിൽ വന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ സജി നന്ദിയാട്ട് അദ്ദേഹം എൻ്റെ സുഹൃത്തായി. ഇവരെല്ലാം തന്നെ മിസ്റ്റർ ദിലീപുമായി വളരെ അടുപ്പമായി പേഴ്സണലായിട്ട് അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ദിലീപ് ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവരുടെ ഒപ്പീനിയനോ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒപ്പീനിയനോ ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പീനിയനോ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് സ്വീകാര്യമല്ല. സെക്ഷൻ 45 അനുസരിച്ച് ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ മാത്രമേ കോടതികളിൽ സ്വീകാര്യമുള്ളൂ. ഇനി സെക്കൻഡ്, നടിയുടെ കാര്യം. നടിയുടെ മൊഴിക്ക് ഈ നടൻ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിന് ഈ കേസിൽ ഒരു പ്രാധാന്യവും ഇല്ല. കാരണം കുറ്റകൃത്യത്തിൽ അവർ നേരിട്ട് കാണാത്ത ഒരു പ്രതിയെക്കുറിച്ച് അവരുടെ വിശ്വാസവും ശാന്തിവിളയുടെയും സജി നന്ദിയാട്ടിൻ്റെയും വിശ്വാസമായിരുന്നാൽ പോലും ബാക്കിയുള്ള തെളിവുകൾ ഈ നടനെതിരെ വരികയാണെങ്കിൽ ഗൂഢാലോചന അയാൾക്കെതിരെ തെളിയിക്കപ്പെടും, അയാൾ ഇതിൽ ശിക്ഷിക്കപ്പെടും. 3, ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എപ്പോഴും പ്രോസിക്യൂഷൻ തന്നെ എല്ലാം തെളിയിച്ചു കൊള്ളണം എന്നുള്ളതിന് അപൂർവം ചില സന്ദർഭങ്ങളിൽ എക്സംഷൻ ഉണ്ട്. അത് പ്രതിയിലേക്ക് ബർഡൻ മാറ്റും, ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ എന്ന് പറയും. അത് പോകുന്നതിനുള്ള വകുപ്പും ഞാൻ നേരത്തെ പറഞ്ഞു. ചില സാഹചര്യങ്ങൾ തെളിയിച്ചാൽ പിന്നെ അത് ഈ പ്രതികളുടെ ബാധ്യതയായി മാറും. അതുമാത്രവുമല്ല, ഒരു പ്രതി ഞങ്ങളെല്ലാം കൂടെയാണ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ഒരേ ട്രയലിൽ വിശ്വസിക്കുകയാണെങ്കിൽ മറ്റ് കൊറാബറേറ്റീവ് എവിഡൻസും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ അതിനും പ്രാധാന്യം വരുന്നു. പൾസർ സുനി പലതും പറയും, പൾസർ സുനി മാറ്റി മാറ്റി പറയും. പൾസർ സുനിയുടെ മൊഴിക്ക് വിശ്വസനീയത എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 27-ാം വകുപ്പ് അനുസരിച്ച് അയാൾ പറയുന്നതനുസരിച്ച് ഒരു ഫാക്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഡിസ്കവർ ചെയ്താൽ അതും ഒരു സംശയം കൂടി, അതായത് ഈ കാര്യത്തിൽ അങ്ങ് പറഞ്ഞ ഈ 3 കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ തന്നെ ഈ കേസ് വിചാരണ നടക്കുന്ന ഘട്ടത്തിലേക്കൊന്നും എത്തിയില്ലല്ലോ. ആ ഘട്ടത്തിലാണല്ലോ ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ തുടക്കത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഘട്ടമാണ്. പോലീസ് കുറ്റപത്രം വിശദമായി കൊടുക്കാൻ നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് ഈ ദിലീപിന്റെ കാര്യത്തിൽ ചാർത്തപ്പെട്ട കുറ്റത്തിന്റെ എവിഡൻസ് തേടിയുള്ള ഈ യാത്രയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ ബലാത്സംഗ കേസാണ്, കൂട്ടബലാത്സംഗമാണ് ഈ കോടതിയിൽ ജാമ്യം കൊടുക്കുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യത്തിൽ എത്രത്തോളം തെളിവുണ്ട് ദിലീപിനെതിരായി എന്നുള്ളതിലെ പ്രധാനമായി നോക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അടൂർ ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അതിന് വിലയില്ല, പക്ഷേ പൾസർ സുനി പറഞ്ഞതാണ് കൂടുതൽ പ്രാധാന്യം എന്നൊരു വകുപ്പ് ഉദ്ധരിച്ച് അങ്ങ് പറഞ്ഞല്ലോ. ഈ വകുപ്പിൽ ഇത്തരം പൊതുമാന്യസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് മജിസ്ട്രേറ്റ് നോക്കില്ലേ? പൊതുവികാരം നോക്കുന്ന കേസുകളുണ്ടല്ലോ, പൊതു താല്പര്യ ഹർജികൾ പോലും പോകുന്നത് ആ വഴിക്കാണല്ലോ. സംശയമാണ്, എനിക്ക് അറിയില്ല. അങ്ങ് എങ്ങനെ മറുപടി പറയും? അതായത് വിശ്വപ്രസിദ്ധനായ ഒരു ജൂറിസ്റ്റ് ഉണ്ട്, കാർഡോസോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് നിയമം എഴുതി വച്ചിരുന്നാലും നിയമം പ്രാവർത്തികമാക്കുന്ന ജഡ്ജിയിലൂടെയാണ്. ജഡ്ജിയുടെ ഫിലോസഫിയും ആ കേസിൽ അദ്ദേഹം പ്രയോഗിക്കും. ഒരു നിയമത്തെ, ഒരു വകുപ്പിനെ, ഒരു സാഹചര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ജഡ്ജിക്ക് കൊടുത്താൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അതിൽ ഒരു അംശത്തിലെങ്കിലും ജഡ്ജിയുടെ ഇൻ്റർപ്രിട്ടേഷനോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഫിലോസഫിയോ വന്നിരിക്കും. ഞാനിവിടെ പറയാം, ഈ കേസിൽ ഇവിടെ ഗൂഢാലോചനയെക്കുറിച്ച് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തിയില്ല എന്നുള്ളൊരു വാദം നിരത്തിയാലോ
ഈ നടിയെ ഇനി ഇയാളെ വിട്ടാൽ ബാധിക്കുമെന്ന് പറയുന്നതിനോ വലിയ പ്രാധാന്യം ഈ കാര്യത്തിലില്ല. ഇവിടെ ഇപ്പോൾ മജിസ്ട്രേറ്റ് സ്വീകരിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇനി 86 ദിവസങ്ങൾ കൂടി കുറ്റപത്രം സമർപ്പിക്കുന്നതിന്, അന്വേഷണം നടത്തുന്നതിന്, കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്നതിന് അവകാശം പോലീസിനുണ്ട്. ഇവിടെ തെളിവ് ശേഖരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തെളിവ് ശേഖരണത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞാൽ അതിന് അവസരം നൽകാതിരുന്നാൽ അത് ഈ ഇൻവെസ്റ്റിഗേഷനെ കാര്യമായി ബാധിക്കുന്ന കാര്യമായി മാറും. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞതുപോലെ 86 ദിവസങ്ങൾ ബാക്കിയുണ്ട്. 4 ദിവസം കൊണ്ട് ഗ്രാഫ് കീഴ്മേൽ മറിഞ്ഞതാണ് നമ്മൾ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മുഴുവൻ നിരത്തിയത്. ഇനി 86 ദിവസം കൊണ്ട് പോലീസിന്റെ അന്വേഷണം ഈ വഴിക്ക് ദിലീപിനെ ഇങ്ങനെ ചിത്രീകരിച്ച് മുന്നോട്ട് പോയാൽ എന്തൊക്കെ നിയമം പറഞ്ഞാലും അത് ജനവികാരം ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് ഈ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള വികാരമാണെങ്കിലും അത് ഏത് രീതിയിലേക്ക് പോകും എന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് നാളെ 5 മണി വരെയാണ് ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടിരിക്കുന്നത്. ദിലീപ് സഹകരിക്കുന്നില്ല, ദിലീപ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോലീസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ചോദ്യം ചെയ്യൽ അയാളെ സഹകരിപ്പിക്കുക എന്നുള്ളതാണ്. ആ സഹകരിപ്പിച്ച് അയാളിൽ നിന്നും കിട്ടുന്നതായ ഇൻഫർമേഷൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ കൺഫെഷൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ പിന്നീട് ഇതിന് കോടതിയിൽ വരുമ്പോൾ ഇത് നമുക്ക് ആ വകുപ്പ് അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുമോ, ഈ വകുപ്പ് അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുമോ, പഠിക്കുന്ന അങ്ങ് എന്താണ് കരുതുന്നത്? ദിലീപ് ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, എന്താണ് ഈ കുട്ടിയൊന്നും മിണ്ടാത്തത്? ഈ കുട്ടിയൊന്നും മിണ്ടാത്തത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഓർഡിനറി മെത്തേഡ് ഓഫ് ഇൻട്രോഗേഷൻ ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി മെത്തേഡ് ഓഫ് ഇൻട്രോഗേഷൻ ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി മെത്തേഡ് ഓഫ് ഇൻട്രോഗേഷനിലാണ് ഈ പറയുന്നതായ ലൈ ഡിറ്റക്ഷൻ, ഹിപ്നോസിസ്, അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് ഇങ്ങനെയൊക്കെ വരുന്നത്. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് അതിലേക്ക് പോകുന്നതിനുള്ളതായ ദിലീപിൻ്റെ വില്ലിങ്നെസ്, അതായത് വെദർ ആർ യു വില്ലിങ് അത് ആദ്യം സംബന്ധിച്ചിരിക്കുകയാണ്. പക്ഷെ അത് അയാൾ ഒരു പ്രതിയായിരുന്നപ്പോഴല്ല, പ്രതിയായിരുന്നത് ഇപ്പം ചോദിക്കാം. അതായത് ഓർഡിനറി മെത്തേഡിൽ നിങ്ങൾ അത് എന്തായാലും സമ്മതിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഇല്ല എങ്കിൽ അത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ അതിൻ്റെതായ ഒരു ദൂഷ്യം ദിലീപിന് ചെയ്യുമെന്നുള്ളതാണ് വേറെ. അല്ല, അത് സമ്മതിക്കോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം സമ്മതിക്കാത്തതിന് ഞാൻ മുമ്പ് പല കേസുകളിലും കേട്ടിട്ടുള്ളതനുസരിച്ച് അത് ശാരീരികമായി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെ നിയമപരമായി അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതെ, പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഈ ദിലീപിനെ ഈ ചോദ്യം പോലീസ് ഇൻട്രോഗേഷനുമായിട്ട് എങ്ങനെ നമുക്ക് സഹകരിപ്പിക്കാം, സയൻറ്റിഫിക് മെത്തേഡ് എന്ത് അഡോപ്റ്റ് ചെയ്യാം. അതായത് ഇതിനെ നമുക്കിനി ചോദ്യം ചെയ്യാനായിട്ട് കുറേയും കൂടി വിദഗ്ധരായ എക്സ്പെർട്ടൈസ് ഉള്ളതായ ആളുകളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണോ, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നല്ലാതെ. എന്താണ് സാർ ഈ പോലീസ് ടീമിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്തവരുണ്ടോ, ഭാഷ വ്യത്യാസമുള്ളവർ? എന്താണ് ഈ കൂടുതൽ എക്സ്പെർട്ടൈസ് കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദിലീപിന്റെ ഭാഷയിൽ തന്നെ ചോദിക്കാൻ അറിയാം. അല്ലല്ല, അതായത് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഇൻട്രോഗേഷൻ ഫോറൻസിക്സ്, ഇൻട്രോഗേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ളതായ ആളുകളൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാലും ഇതേ അവസ്ഥയിൽ ആണെങ്കിൽ പിന്നെയും അതിനപ്പുറമുള്ള ടെക്നിക്കിലേക്ക് പോകുമോ, അതോ ദിലീപ് പ്രതി അല്ല എന്നുള്ളതിലേക്ക് എത്തേണ്ടി വരും? നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതായത് ഇപ്പം നാളെ 5 മണി വരെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ശരി. ശ്രീ ശാന്തിവിള ദിനേശ്, അടിസ്ഥാനപരമായി സുഹൃത്തുക്കൾക്കാണ് അടുത്ത സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുക. നിങ്ങളൊക്കെ അദ്ദേഹത്തെ ദൂരെ നിന്നെങ്കിലും സുഹൃത്തായി കാണുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ മിണ്ടാത്തത്? ഒന്നാമത്തെ കാര്യം മമ്മിയുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എൻ്റെ സുഹൃത്തല്ല അയാൾ. ഫെഫ്കയുടെ ജനറൽ മാനേജറിങ് നടക്കുന്ന വർഷത്തിലൊരിക്കൽ ക്യൂ നിന്ന് കാർഡ് വാങ്ങാൻ വരുമ്പോൾ ഹായ് ചേട്ടാജി എന്ന് വിളിക്കുന്ന അല്ലാതെ എൻ്റെ സുഹൃത്തല്ല അയാൾ. എനിക്ക് സുഹൃത്താണെന്ന് പറയാൻ. അതുകൊണ്ടാണോ ശാന്തിവിള ദിനേശിന് അദ്ദേഹത്തിനോടൊരു സ്നേഹം? ഈ സുഹൃത്തായിരുന്നവരൊക്കെ മാറി നിന്ന് ശത്രുക്കളെ പോലെയാണ് പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. സിനിമയിലെ അയാളെ കൊണ്ടു നടന്ന, അയാളെ നന്നായിട്ട് ഉപയോഗിച്ച് അയാളുടെ ഔദാര്യത്തിൽ വളർന്ന ഒരുപാട് പേർ
അയാളെ തള്ളി പറയുന്ന കണ്ടപ്പോൾ ഒരു സുഹൃത്തുമല്ല, ഞാൻ അയാളുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നിട്ടും എനിക്കത് ഒരു സഹതാപം തോന്നി അയാളോട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പറയുന്ന ഞാൻ ഈ 18-19 ദിവസമായിട്ട് പറയുന്ന ആർഗ്യുമെൻറ്റ്സിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അയാൾ കുറ്റവാളിയെന്ന് തെളിയിക്കുന്നത് വരെ അയാളെ ഇവിടെ 1-2 ചാനലിലിരിക്കുന്ന അവതാരകരല്ല ശിക്ഷിക്കേണ്ടത്. അതുപോലെ കൂക്ക് വിളിക്കാൻ 6 മണിക്ക് ജയിലിൻ്റെ മുന്നിൽ പറഞ്ഞു വിടുന്നവരല്ല ശിക്ഷിക്കേണ്ടത്. അയാളുടെ തിയേറ്ററുകളും അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദേഹപുട്ടുമൊക്കെ അടിച്ചു പൊളിക്കുന്നവരല്ല ശിക്ഷിക്കേണ്ടത്. ആ നിലപാടിൽ ഞാൻ നിൽക്കുന്നു. അല്ല, ഈ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഇതുപോലൊരു ചർച്ചയിൽ നമ്മളൊക്കെ തന്നെയാണ്. അതൊക്കെ ഇപ്പൊ പലരും പറയുന്നുണ്ട്. അതൊന്നും അല്ലാന്ന് നമ്മളും പറയുന്നു. ഒരു പ്രതിയെ ഇങ്ങനെ നിയമത്തിന്റെ വഴിക്കാണ് ശിക്ഷിക്കേണ്ടത് ആ കാര്യത്തിൽ. അല്ലാതെ പുറത്തു നിന്ന് ആളുകൾ കൂടി ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് ഫൈനലായിട്ട് ഇനി ഫൈനൽ ശിക്ഷ വന്നാൽ പോലും അത് തീർച്ചയായും. ശ്രീ ശാന്തിവിള ദിനേശിനോട് പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നില്ല. ഈ സുഹൃത്ത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എനിക്കറിയില്ല. കാരണം ബി സന്ധ്യ അടക്കം ദിനേശ് കശ്യപ് അടക്കം ഒരു വലിയ ടീം പ്രഗത്ഭരാണെന്ന് കേരളത്തിലെ പോലീസിൽ പ്രഗത്ഭരെന്ന് പറയുന്ന ആൾക്കാർ വളരെ കാര്യമെടുത്ത് 13 മണിക്കൂർ ഇന്നാൾ ചോദ്യം ചെയ്തു, ഇതിനുശേഷം ഇന്നലെ ചോദ്യം ചെയ്തു, ഇന്ന് ചോദ്യം ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു. അതിനിടയിൽ അയാളുടെ ചോദിക്കുമ്പോൾ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ. ഇവരുദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾക്ക് അതിനൊരു ഉത്തരം ഉണ്ടോ? ഇതിൽ കൂടുതലായി ശ്രീ ശാന്തിവിള ദിനേശ് പറഞ്ഞതുപോലെ ആണോ താങ്കളും കരുതുന്നത്? എന്തുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ, പോലീസ് പറയുന്നത് പോലെ മിണ്ടാത്തത്? അല്ല, നമുക്കറിയില്ല. നമ്മൾ ദിലീപ് മിണ്ടിയോ ഇല്ലയോ എന്ന് നമ്മളങ്ങനെ അറിയാം. അപ്പോൾ നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കാന്നുള്ളൂ. ദിലീപ് മിണ്ടാതിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ദിലീപ് സഹകരിക്കാതിരിക്കത്തില്ല. സഹകരിക്കാതിരുന്നാൽ തന്നെ അത് എന്ത് ലക്ഷണമാണ്? അത് ഒരു മൈനസ് അല്ലേ പുള്ളിക്ക് അടിക്കുക. ദിലീപ് സഹകരിക്കാതിരിക്കുമെന്ന് അദ്ദേഹത്തെ ഇപ്പൊ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടു. ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം സഹകരിക്കുന്നുണ്ട്, വർത്തമാനം പറഞ്ഞുണ്ടാവും. ചോദ്യങ്ങൾക്ക് മറുപടി അറിയിക്കാൻ പറ്റില്ലല്ലോ, അത് ബാധ്യസ്ഥനാണല്ലോ. ദിലീപ് സഹകരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ദിവസം കൂടി വേണമെന്ന് പോലീസ് പറയില്ലല്ലോ. സഹകരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുത്ത് ജയിലിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ പുറത്തേക്ക് വിടാൻ കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇനിയും കാര്യങ്ങൾ കണ്ടെത്തണം. ഈ പ്രതി ഒന്നും സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കോടതി പറഞ്ഞെങ്ങനെയാ? അല്ല, ഞാൻ അതിനകത്തെ 2 ദിവസമായിട്ട് തൃശ്ശൂരും തൊടുപുഴയും എറണാകുളം ഒക്കെ കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത്രയും ദൂരം കൊണ്ടുപോകും, അത്രയും ജനക്കൂട്ടം നിൽക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ പോലീസ് ഇന്ന് പറഞ്ഞത് എന്താണ്? മൊബൈല് കണ്ടെടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു നാളെയും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. ഇത് മിക്കവാറും ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ, ജാമ്യം നിഷേധിച്ചാൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നാളെ ജാമ്യം ട്രയൽ നടക്കുമ്പോൾ ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള വേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ശ്രീ അജകുമാർ ശ്രദ്ധിക്കുക. ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞതുപോലെ നാളെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കൊക്കെ പോയിട്ട് ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളൂ. എല്ലാവർക്കും ഈ കേസ് എങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നു എന്നും ഇതിന്റെ വിധി എവിടെ നിന്ന് എങ്ങനെ വരുമെന്നും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ആണോ കാര്യങ്ങൾ? അഡ്വക്കേറ്റ് അജകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ മമ്മി സെഞ്ചുറി, താങ്കളോടും ഇതേ ചോദ്യം. താങ്കളും ദിലീപുമായി സുഹൃത്താണെന്നാണല്ലോ പറഞ്ഞു തുടങ്ങുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ ദിലീപ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടുന്നില്ല എന്ന് പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ താങ്കൾക്ക് അതിനുള്ള കാരണമായി എന്താണ് തോന്നുന്നത്? ദിലീപ് മിണ്ടുന്നുണ്ടോ മിണ്ടുന്നില്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല എന്ന് സജി പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും അറിയാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ അല്ല, മിണ്ടുന്നില്ല എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദിലീപിന്റെ പേരിലുള്ള കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട്. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. ഈ രണ്ടും പോലീസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 5 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നു. അദ്ദേഹം ജീവിച്ച ഒരു രീതി നമുക്കൊക്കെ അറിയാം. ഒരു 20 വർഷമായിട്ട്, അതിനു മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ജീവിച്ച ആളാണ് ദിലീപ്. ഞാനൊക്കെ പരിചയപ്പെടുമ്പോൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ച ആളാണ് ദിലീപ്. അതിനുശേഷം ഒരു 20 കൊല്ലമായിട്ട് അദ്ദേഹം ജീവിച്ചത് വളരെ മുകളിലുള്ള ഒരു ജീവിത രീതിയാണ്. AC റൂമിലല്ലാതെ അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല, AC കാറിലല്ലാതെ നടന്നിട്ടുണ്ടാവില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എവിടെ ചെന്നാലും സ്വീകരണങ്ങൾ, ആർപ്പുവിളികൾ, ജയ് വിളികൾ, ഇതൊക്കെ കേട്ട് നടന്ന ദിലീപ് ഒരു 5 ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ TV-യിലൂടെ കാണുന്നില്ലേ. പക്ഷേ ശാന്തിവിള ദിനേശിനോട് പറഞ്ഞൊരു കാര്യത്തിന് മാത്രം ഞാൻ അനുകൂലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊന്നും അടിച്ചു പൊളിച്ചതിൽ എനിക്ക് യോജിപ്പില്ല.
പക്ഷേ ജനം ആരവം മുഴക്കുന്നത് ദിലീപിൻ്റെ പടങ്ങൾ കണ്ട് ദിലീപ് നല്ലത് ചെയ്യുന്നത് കണ്ടപ്പോൾ കൈയടിച്ച ജനം തന്നെയാണ്. ദിലീപ് പ്രതിയായപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു. അവർ വിചാരിച്ചതിനെ കുറ്റവാളിയായി കഴിഞ്ഞു എന്നാണ്. പ്രതിയായി കോടതിയിൽ വന്ന ജുഡീഷ്യറി ഇത് തീരുമാനിച്ചതിന് ശേഷമാണ് കുറ്റവാളിയാവുന്നത് എന്നുള്ളത് ജനത്തിന് അത്ര നീക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ആളുകൾ ശരിയാണ് പറഞ്ഞതുപോലെയുള്ള തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണോ തിരിച്ചാളുകൾ ചിന്തിക്കുന്നത് ശരി ഇപ്പോൾ നമ്മൾ കൂവാറായില്ല, കുറച്ചുകൂടി കാത്തിരിക്കണം, അപ്പോഴേ ശിക്ഷിക്കുമ്പോഴേ പാടുള്ളൂ എന്നവർ മനസ്സിലാക്കുകയാണോ? അതിപ്പോ ഗോവിന്ദച്ചാമിയെ പോലും ഈ പറഞ്ഞ പോലെ തെളിവിന് കൊണ്ടു നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ജിഷ കേസിലെ പ്രതിയെ കൊണ്ടു നടന്നിട്ടുണ്ട്. അവിടെയും ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അമീറുൽ ഇസ്ലാമിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പെരുമ്പാവൂരുണ്ട്. ജിഷ വധക്കേസിലെ പ്രതിയെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ജനമുണ്ടായിരുന്നു ജിഷ കേസിലെ പ്രതിയെ കാണാൻ. പക്ഷെ അവർ കൂകി വിളിച്ചു. പക്ഷെ അതാർക്കും വിഷമം തട്ടൂല. അമീറുൽ ഇസ്ലാം ദിലീപ് ആവുമ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകർക്കൊക്കെ മനസ്സിലൊരു വേദന വരും. ഇത്ര നാളും കയ്യടി മേടിച്ച ഒരാൾ ഇപ്പോൾ കൂവല് മേടിക്കുന്നല്ലോ എന്നുള്ള വിഷമം ദിലീപിന് അതിനേക്കാൾ കൂടുതൽ വിഷമം വരും. ആ വിഷമം കൊണ്ടായിരിക്കും ഗോവിന്ദച്ചാമി പിടിച്ചപ്പോൾ ആളുകൾക്ക് വിഷമം ഉണ്ടായില്ല. കാരണം ഗോവിന്ദച്ചാമിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഈ പൾസർ സുനിയെ പിടിച്ചപ്പോഴും ആളുകൾക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും പൾസർ സുനിയെയും മനസ്സിലായി. പക്ഷെ ദിലീപിനെ പിടിച്ചപ്പോൾ ഈ പൾസർ സുനിയെയോ അമീറുൽ ഇസ്ലാമിനെയോ ഗോവിന്ദച്ചാമിയെയോ പിടിച്ചപ്പോഴുള്ളതുപോലെയാണ് ജനങ്ങൾ ഇപ്പോൾ പെരുമാറുന്നത് എന്ന് പറയുന്നത് ഒരല്പം കടന്നകയിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് കൂടിയാണോ ദിലീപിനോട് ഒരു അനുകമ്പ ഉണ്ടാകുന്നു എന്ന് ആളുകൾ പറയുന്നത്? അല്ല, ദിലീപിനെ നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. ദിലീപ് കുറ്റക്കാരനാണെങ്കിലും ശിക്ഷിക്കണം, നിരപരാധിയാണെങ്കിൽ വെറുതെ വിടണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആരെങ്കിലും അതിന് തിരിച്ചു പറയുന്നുണ്ടോ? ലാല് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറയണേ? ഒരു കാരണവശാലും പറയില്ല. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ, ഇതൊക്കെ ജനഹൃദയങ്ങളിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കേസ് കേട്ടപ്പോൾ, ഇങ്ങനെ ഒരു ആക്രമിക്കപ്പെട്ട ഒരു നടിയുടെ കേസ് കേട്ടപ്പോൾ അതിൽ പ്രതിയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈരാഗ്യം വരും. ശരി ശരി, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് അജയകുമാർ, അപ്പോൾ ദിലീപ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളത് പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ അതിനുള്ള കാരണമാണ് സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ സംശയിക്കുന്നവരോടും പിന്നീട് പ്രതി ആണെന്ന് പൂർണ്ണമായി അറിയുമ്പോൾ സംശയം ഉറപ്പിക്കാമെന്ന് നിൽക്കുന്നവരോടുമൊക്കെ ഇപ്പോൾ ചോദിച്ചത്. അവർ പല കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു അഭിഭാഷകൻ ഒരു പ്രതിയാക്കപ്പെട്ട ഒരാൾ നിശബ്ദത പാലിക്കുന്നതിനെ എങ്ങനെയാണ് കാണുക? ഇന്ത്യൻ നിയമം അനുസരിച്ച് an accused can keep mum. പ്രതി ഒന്നും തന്നെ നിയമപരമായി പറയുവാൻ ബാധ്യസ്ഥനല്ല. പക്ഷേ ഇവിടെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയാൻ ഈ സമയത്ത് എന്നെ നിർബന്ധിക്കരുത്. കാര്യം എനിക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാം, നിങ്ങൾക്കറിയില്ല. രണ്ട്, അതറിയാത്തത് കൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത്. അറിയാമെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് പറയുമായിരുന്നു. പെട്ടാലും ഏത് ഒഫൻസ് ആയിരുന്നാലും അതല്ല, അതിന് നാളെ ജാമ്യാപേക്ഷ വാദം കേൾക്കാനിരിക്കുമ്പോൾ എന്നെപ്പോലൊരാൾ അങ്ങനെ ഒരു കണ്ടൻഷൻ കോടതിയിൽ വന്നിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു പൊതുമാധ്യമത്തിൽ പറയാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റെസ്ട്രെയിൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നാളെ ബോധ്യമാകും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് ആ വിക്ടിമിന് മാത്രമെതിരെയുള്ള കുറ്റകൃത്യമല്ല. എ ക്രൈം ഈസ് എ ക്രൈം അഗൻസ്റ്റ് എ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിലുള്ള ആളുകൾ അത് പല രീതിയിൽ റിയാക്ട് ചെയ്യും. ഈ മീഡിയ ട്രയലിനെ സംബന്ധിച്ചിടത്തോളം 3 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് റെസിസ്റ്റൻസ് എന്നതിനെ കുറിച്ചെല്ലാം തന്നെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതൊന്നും നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ക്രൈം നടന്നാൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി നിയമപുസ്തകങ്ങൾ തരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വളരെയേറെ ജനവികാരം പെട്ടെന്നൊരു ദിവസം
ഈ നടനെതിരായി ഉണ്ടായി. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ അതിവിദഗ്ധമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യുവാനുള്ള തെളിവുകൾ അവർ ശേഖരിച്ചു. അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് നമ്മളാരും അഭിപ്രായം പറയാനില്ല, അതൊക്കെ അൾട്ടിമേറ്റ്ലി കോടതി നോക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ ഉന്നത സ്ഥാനീയരായ പ്രതികൾ ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ, മറ്റ് മീഡിയ എന്നിവയിൽ ഇയാൾ നിരപരാധിയാണെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചാരണം നടത്താൻ ഒരു ശ്രമം നടത്തുന്നത്. അതും പ്രതിയുടെ അവകാശമാണ്. ഞാൻ അതിനകത്ത് എതിരൊന്നും പറയുന്നില്ല. ഒരു പ്രതിക്ക് എങ്ങനെയും കേസിൽ നിന്ന് വിട്ടുപോകാനുള്ള ശരി, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എനിക്ക് ഏറ്റവും അവസാനം സിനിമാ രംഗത്തു നിന്നുള്ള 3 അതിഥികളാണ് നമുക്കിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ശാന്തിവിള ദിനേശ്, ശ്രീ സജി നന്ദിയാട്, ശ്രീ മമ്മി സെഞ്ചുറി. നിങ്ങളോടൊരു പൊതു ചോദ്യം ഉള്ളത് ഇത് തന്നെയാണ്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ് തുടങ്ങിയതുപോലെ ഒരു അനുകമ്പ ദിലീപിലേക്ക് പോകുന്നത് കൃത്യമായി അത് ദിലീപിലേക്കുള്ള നിരപരാധി എന്നുള്ള നിലയ്ക്കുള്ള ഒരു സൂചനയായി കണ്ടുകൊണ്ടാണ് എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഇനിയും തീരുമാനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ദിലീപിന് അഡ്വക്കേറ്റ് രാജകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തുടക്കത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഒരു എതിർപ്പ്, വിമർശനം, ഒരു ആക്രമണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ സംഘടിതമായി തന്നെ ഒരുപക്ഷെ യുവജന സംഘടനകളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളാണ് മുമ്പിൽ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ എതിർക്കുന്ന കാര്യത്തിൽ എന്നുള്ള നിലയ്ക്ക് വരാൻ വേണ്ടി സർക്കാരിനെ പോലും കടത്തിവിട്ടുന്ന രീതിയിൽ പ്രതിപക്ഷം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ അവരും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു വേലിയേറ്റമാണ് തുടക്കത്തിൽ കണ്ടത്. ഇപ്പോഴുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളത്. ആളുകൾ കാര്യങ്ങൾ കൃത്യമായി ഇരയ്ക്ക് നീതി കിട്ടണമെന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഈ എതിർപ്പിൻ്റെ സ്വരം, കലാകാരനോട് കാണിക്കേണ്ട സ്നേഹം, ഇതെല്ലാം അവർ അവരുടേതായ രീതിയിൽ കാണിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ആദ്യം ശ്രീ സജി നന്ദിയാട്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ദിലീപ് പ്രതിയാണ്. അല്ല, ദിലീപിനെ പൊതുപത്തിലൊരു പ്രതിയുടെ സ്ഥാനം നമ്മുടെ ചർച്ചകളൊക്കെ ഒരു പ്രാധാന്യം ഉണ്ട്, അതിനൊരു പങ്കുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജാല് പറഞ്ഞ ശരിയാണ്, നമ്മളൊക്കെ സമൂഹമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ. സമൂഹത്തിലൊക്കെ ദിലീപിന് അനുകൂലമായ ഒരു പ്രതികരണം, ദിലീപ് തെറ്റ് ചെയ്തില്ലായിരിക്കാം എന്നൊരു ധാരണയിലേക്ക് ഒരു സിമ്പതി കൊണ്ടിടും. നമ്മുടെ ആൾക്കാർ പാവങ്ങളാ, പെട്ടെന്ന് പ്രതികരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും. എനിക്ക് തന്നെ ഈ അടുത്ത ദിവസം മിനിഞ്ഞാന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ മീറ്റിംഗിൽ ഞാനൊരു അനുഭവം പറയാം. ഒരു ദിലീപിന്റെ വീട്ടിൽ എൻ്റെ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട് പോയി, ആൽവിൻ ആന്റണി. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അമ്മ പ്രായമുള്ളതാണ്, ദിലീപിന്റെ അമ്മ. വീട്ടിൽ ചെന്നപ്പോൾ ചത്ത വീട് പോലെയാണ്. അമ്മയ്ക്ക് സ്വല്പം ഓർമ്മ കുഴവൊക്കെ ഉണ്ട്. അമ്മ ദിലീപിനെ കുറിച്ച് ഇങ്ങനെ അവൻ എന്തിയെ, അവനെ പോലീസ് കൊണ്ടുപോയോ, ഇടിച്ചോ, എപ്പോൾ വരും, എൻ്റെ മോൻ എന്തിയെ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒരു വിഷമം, നമ്മളൊക്കെ മനുഷ്യല്ലേ, എനിക്കുണ്ടായിട്ടുണ്ട്. പെട്ടെന്നൊരു വിഷമം ഉണ്ടായി. പിന്നെ ഇത് നമുക്ക് അതുകൊണ്ടൊക്കെയാണ്, നമുക്കറിയില്ല. താങ്കൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ 18-19 ദിവസമായിട്ട് ഈ ചാനലുകളിൽ മാറി മാറി ചർച്ച ചെയ്യുന്ന ഒരാളാണ്. എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, മനസാക്ഷി പണയം വയ്ക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് പട്ടൂർക്കാവിൽ എൻ്റെ വീട്ടിലെത്തുന്നതിനിടയിൽ ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേരോടെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടാണ് പോകുന്നത്. കാരണം താങ്കളെങ്കിലും ഉണ്ടല്ലോ, ഒരു പരിചയവുമില്ലാത്ത, താങ്കളുടെ ഒരു സിനിമയിൽ പോലും സഹകരിക്കാത്ത ഒരാളിന് വേണ്ടി സംസാരിക്കാൻ ഈ നന്ദികെട്ട സിനിമാ ഫീൽഡിൽ നിന്ന് താങ്കളെങ്കിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ദുബായിൽ നിന്ന് വരെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അത് തന്നെയാണ് സെഞ്ചുറി. അല്ല, ശാന്തിവിള പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അപ്പോൾ ആക്രമിക്കപ്പെട്ട ആ കുട്ടിയുടെ പേരിൽ എന്ത് സഹതാപമില്ല എന്ന് പറഞ്ഞ് ആരും വിളിക്കണല്ലേ? അപ്പം അത് ശരിയൊന്നുമല്ല. പിന്നെ ഈ ചോദ്യം ഒന്നും കൂടി എനിക്ക് മറന്നുപോയി. അല്ല, അതായത് ഇപ്പോൾ ലാൽ പലരും പല രീതിയിലാണ് ദിലീപിനെ തുടക്കത്തിൽ ആക്രമിച്ചത്. അതിന് രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവർ മുമ്പിൽ എത്താൻ വേണ്ടിയാണ് അവർ ഓരോരുത്തരും ശ്രമിച്ചത് എന്നൊരു വിമർശനമുണ്ട്. ഇപ്പോഴുള്ളതാണ് യഥാർത്ഥ രീതിയിൽ ദിലീപിനോട് കാണിക്കുന്നത്. സ്നേഹത്തിൻ്റെ അളവ് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നു. പ്രതിയുടെ ആരോപിക്കപ്പെട്ട പ്രതി എന്നുള്ള ഒരു അളവ് ഇപ്പോഴുണ്ട്. അത് ശിക്ഷിക്കപ്പെടുമ്പോൾ കൂടുതൽ വ്യക്തമായി അത് തെളിയാൻ സാധിക്കും. അതാണ് ഇപ്പോഴുള്ളത്. ഇനി വരുന്നതാണ് കൃത്യമായ ഗ്രാഫ്. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ ഒരു നിരപരാധിയാക്കിക്കൊണ്ടുള്ള ഒരു വേലിയേറ്റം ഇങ്ങനെ ദിലീപിനെ പൂർണ്ണമായി നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടൊരു കൃത്യമായ ഒരു ക്യാമ്പയിനിങ് എന്നുള്ള നിലയ്ക്ക് തന്നെ കാണേണ്ടതില്ല എന്ന് താങ്കൾ പറയുമോ?
അല്ല അത് ഈ ദിലീപ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ആളാണ് ദിലീപ്. അപ്പോൾ തിരിച്ചൊരു വാർത്ത വരുമ്പോഴത്തേക്കും ചിലരുടെയൊക്കെ മനസ്സ് പെട്ടെന്ന് സമയത്തിന്റെ പരിമിതിയോടെ ഇടപെടലാണെന്ന് പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു പ്രധാന നിമിത്തമായി എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാകും. അദ്ദേഹത്തെ എപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അപ്പുറത്തെ ചാനലിൽ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ ഉണ്ട്, പല രീതിയിൽ അദ്ദേഹം അഭിനയിക്കുന്നതൊക്കെ. അതും ഒരു തരത്തിൽ ആളുകളെ ആശയക്കുഴപ്പത്തിൽ എത്തിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ വരട്ടെ, ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാനാകട്ടെ, ചർച്ചകൾ നല്ല വഴിക്ക് നയിക്കട്ടെ, ആരെയും പ്രതിയാക്കാതെ ആരെയും ഇരയാക്കാതെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശാന്തിവിള ദിനേശ്, മമ്മി സെഞ്ചുറി, സജി നന്ദ്യാട്ട്, ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ.